ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. അപ്പൊ നമ്മുടെ ആനുവൽ എക്സാമിലേക്ക് ഇനി നമുക്ക് കുറച്ച് ആഴ്ചകളേ ഉള്ളൂ അല്ലെ, വലിയ മാസങ്ങളൊന്നും നമുക്ക് പറയാനില്ല. അപ്പൊ നമ്മുടെ EVS വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആയിരുന്നു നോ ദ ഡയറക്ഷൻ, നോ അവർ ഹോംലാൻഡ് എന്ന് പറയുന്നത്. ദിക്കറിയാം, നാടറിയാം അല്ലെ. വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു ഈ നമ്മളുടെ 7ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഒരു യാത്ര പോകുന്ന സമയത്ത് എല്ലാ സ്ഥലത്തേക്കുള്ള വഴിയൊന്നും നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് അറിയണം എന്നില്ല അല്ലെ. നിങ്ങളൊക്കെ നിങ്ങളുടെ പാരന്റ്സിന്റെ കൂടെയൊക്കെ പോകുന്ന സമയത്ത് അനുഭവിച്ചിട്ടുണ്ടാവും. കാരണം കൃത്യമായിട്ട് ആ സ്ഥലത്തേക്കുള്ള വഴി അല്ലെ, മുമ്പേ പോവാത്ത സ്ഥലത്തൊക്കെ നമ്മൾ പോകുന്നെങ്കിൽ നമുക്ക് അറിയണം എന്നില്ല. അപ്പൊ നമ്മൾ സാധാരണ എന്താ ചെയ്യുക, ഇതേപോലെ നിങ്ങളുടെ സ്ക്രീനിലോ ഫോണിലോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് പോവാന്ന് പറയും അല്ലെ. നമ്മൾ ഇങ്ങനെ എന്താണ് ലൊക്കേഷനൊക്കെ നോക്കി 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 നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ യാത്ര നമ്മൾ ചെയ്യും അങ്ങനെയല്ലേ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പുറത്ത് ആരോടെങ്കിലും ഒക്കെ ചോദിക്കണം. പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും. കാരണം വലിയ ദൂരത്തേക്കൊക്കെ പോകുമ്പോൾ എപ്പോഴും നമുക്ക് പുറത്ത് ചോദിക്കാന്ന് പറയുന്നതിൽ ഒരു ഡിഫിക്കൽട്ടി ഉണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കുകയും ചെയ്യും, കൂട്ടത്തിൽ നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യുകയും ചെയ്യും, മാപ്പൊക്കെ ഇട്ടിട്ട് നമ്മളെ യാത്ര തുടരും അല്ലെ. അപ്പൊ ഇവിടെ നിങ്ങൾ ആലോചിക്കുക, ഇന്നത്തെ കാലത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇത് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറയും നമ്മൾ. അതായത് GPS. നമ്മൾ എന്താണ് ഉപഗ്രഹ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഇത്. അതായത് നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷനും അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ ഈ പറയുന്ന രീതിയിൽ സമയമൊക്കെ അറിയാനായിട്ട്, കൃത്യമായിട്ട് ലൊക്കേഷൻ ആൻഡ് ടൈം ഒക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യാനായിട്ട്, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ GPS അഥവാ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, GPS എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇവിടെയൊക്കെ യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെയൊക്കെ മുന്നേ നമ്മൾ ആലോചിക്കുക, നമ്മൾ പണ്ടുള്ള ആളുകൾ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ. അന്ന് ഈ GPS ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇവരെന്താ ചെയ്യുക, അപ്പൊ ഇവര് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡയറക്ഷൻസ് ആണ്. ഡയറക്ഷൻസ് അഥവാ എന്താണ്, ദിക്കുകൾ. അതായത് പുതിയ സംവിധാനങ്ങളൊക്കെ വരുന്നതിന് മുന്നേ ഇവരെന്ത് ചെയ്യും, ഡയറക്ഷൻ അല്ലെങ്കിൽ ദിക്കുകൾ മനസ്സിലാക്കിയിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, യാത്ര ചെയ്യുന്നത്. അതായത് ഈ പ്രധാനപ്പെട്ട ഡയറക്ഷൻസ്, ദിക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം അല്ലെ, അതിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പൊ കൃത്യമായിട്ട് സൂര്യന്റെയോ അല്ലെങ്കിൽ നക്ഷത്രങ്ങളെയോ ഒക്കെ വെച്ചുകൊണ്ട് ഇവർ എന്ത് ചെയ്യും, അതും അല്ലെങ്കിൽ ഭൂപടങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ എന്ത് ചെയ്യാണ്, യാത്ര ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഭൂപടം എന്ന് പറയുമ്പോൾ നമുക്ക് ഡിജിറ്റൽ ആയിട്ടുള്ള സംവിധാനം ഒന്നും ഇല്ല അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഡയറക്ഷൻ മനസ്സിലാകണം അല്ലെങ്കിൽ ദിക്ക് മനസ്സിലാകണം. അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഡയറക്ഷൻ അല്ലെങ്കിൽ ദിക്ക് മനസ്സിലാക്കാനായിട്ട് അല്ലെ, ഡയറക്ഷൻസ് അല്ലെങ്കിൽ എന്താണ് മലയാളത്തിലാണ് എന്താണ്, ദിക്കുകളാണ് അല്ലെ. ആദ്യം പ്രധാനപ്പെട്ട ഡയറക്ഷൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ അറിയണ്ടേ. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡയറക്ഷൻസ് എന്ന് പറയുന്നത്, നമുക്കറിയാം അല്ലെ. നോർത്ത് ഒരു ഡയറക്ഷൻ ആണ്, ഒരു ദിക്കാണ്. നോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വടക്ക് അല്ലെ, വടക്ക്. ഇനി അടുത്തത് നമ്മൾ എഴുതുന്നത് സൗത്ത് ആണ്. നോർത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് സൗത്ത്. സൗത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ തെക്ക്, വടക്ക് തെക്ക് എന്നൊക്കെ പറയില്ലേ നമ്മള്, അങ്ങനെ. ഇനി അടുത്തത് ഞാൻ എഴുതുന്നത് ഈസ്റ്റ് ആണ്. ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിഴക്കാണ്, കിഴക്ക് ഭാഗം. ഓക്കെ. അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് എന്ന് പറയുന്നത് ഏത് ഡയറക്ഷൻ ആയിരിക്കും, വെസ്റ്റ് ആയിരിക്കും. വെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പടിഞ്ഞാറ്. ഓക്കെ, പടിഞ്ഞാറ്. ഇതാണ് എന്ത്, നമ്മളുടെ പ്രധാനപ്പെട്ട 4 ഡയറക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ഇനി നിങ്ങൾ എന്ത് പഠിക്കുന്നുണ്ടെങ്കിലും ഈ ചാപ്റ്ററിന്റെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പേരുകളാണിത്. അതിപ്പം ഇംഗ്ലീഷ് മീഡിയം ആയിക്കോട്ടെ മലയാളം മീഡിയം ആയിക്കോട്ടെ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. 4 ഡയറക്ഷൻസ്, നോർത്ത് ഉണ്ട്, സൗത്ത് ഉണ്ട്, ഈസ്റ്റ് ഉണ്ട്, വെസ്റ്റ് ഉണ്ട് അല്ലെ. വടക്കും തെക്കും ഉണ്ട്, അതുപോലെ തന്നെ കിഴക്കും പടിഞ്ഞാറും ഉണ്ട്. ഓക്കെ, നമ്മൾ 2 സെറ്റ് ആയിട്ട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വരുന്ന ഡയറക്ഷൻസ് ആണ് ഇവര്. ഓക്കെ, അപ്പൊ ഇവരെ കൃത്യമായിട്ട് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ നേരത്തെ മിസ് പറഞ്ഞു സൂര്യനെയും നക്ഷത്രങ്ങളെയും ഒക്കെ നോക്കിയിട്ട് പണ്ടുള്ള ആളുകൾ എന്ത് ചെയ്തു, യാത്ര ചെയ്തു എന്നൊക്കെ അല്ലെ. ഒരു എക്സാമ്പിൾ, നമ്മളെ വീടിന്റെ ഉള്ളിലെത്തിയിട്ട് നമുക്ക് അവിടുത്തെ കിഴക്ക് ഏതാണ്, തെക്ക് ഏതാണ്, പടിഞ്ഞാറ് ഏതാണെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ഈ പറയുന്ന സൂര്യനെ നോക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ക്ലാസ് റൂമിലാണെങ്കിൽ നമുക്ക് സൂര്യനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമോ. അപ്പൊ അങ്ങനത്തെയൊക്കെ സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമ്മൾ ഈ ദിക്ക് മനസ്സിലാക്കുന്നത്. സൂര്യൻ ഇപ്പൊ കിഴക്കാണ് ഉദിക്കുക, നമുക്കറിയാം ഈസ്റ്റ് സൈഡ് ആണ്. അപ്പൊ സൂര്യനെ നോക്കിയിട്ട് അത് കിഴക്കാണ്, അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് പടിഞ്ഞാറായിരിക്കും. അങ്ങനെ എല്ലാ സിറ്റുവേഷനിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ, ഇല്ല. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് കോമ്പസിന് നമ്മൾ മലയാളത്തിൽ വടക്ക് നോക്കി യന്ത്രം എന്ന് പറയും. അപ്പൊ ആ പേര് തന്നെ സംഭവം ഉണ്ട് അല്ലെ. അതായത് ഇത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, ടു ഫൈൻഡ് ഔട്ട് ദ ഡയറക്ഷൻ അല്ലെ. ദിക്കറിയുന്നതിനുള്ള ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം എന്ന് പറയുന്നത്. അപ്പൊ ഈ വടക്ക് നോക്കി യന്ത്രത്തിന്റെ പ്രത്യേകത ഈ പിക്ചറിൽ നിങ്ങൾ കാണുന്ന പോലെ അവിടെ ഒരു മാഗ്നറ്റിക് നീഡിൽ ഉണ്ടായിരിക്കും. അപ്പൊ ആ മാഗ്നറ്റിക് നീഡിൽ
എപ്പോഴും പോയിന്റ് ഔട്ട് ചെയ്യുന്നത് പ്രധാനപ്പെട്ട നീഡിൽ കണ്ടില്ലേ നിങ്ങൾ, നോർത്ത് സൗത്തിനെ ആയിരിക്കും. നോർത്ത് സൗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മലയാളത്തിൽ ഇതാ മിസ് ഇവിടെ എഴുതാം കേട്ടോ. നോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വടക്ക് ഭാഗമാണ്, സൗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തെക്ക് ഭാഗമാണ്. അപ്പൊ വടക്ക് തെക്കായിട്ടായിരിക്കും ഈ നീഡിൽ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ടാവുക, നിൽക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മള് ഇങ്ങനെ ഇതും കൊണ്ട് എവിടെയെങ്കിലും ഒക്കെ പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ഞാൻ നിന്നു, അപ്പൊ ഞാൻ നോക്കുക ഈ നീഡിൽ എങ്ങോട്ടാണ്, ആ നീഡിൽ ഇങ്ങനെ ഇങ്ങനെ തിരിഞ്ഞൊരു സ്ഥലത്ത് നിൽക്കും അല്ലെ. ആ നിൽക്കുമ്പോൾ നമ്മൾ നോക്കണം ഇതിപ്പോ ഇങ്ങനെയാണ് നിന്നെങ്കിൽ അതിന്റെ അർത്ഥം ഇതിന്റെ ഒരു ഭാഗം നോർത്തും ഒരു ഭാഗം എന്തുവാണ്, സൗത്തും ആണെന്നാ. ഇനി അതിലെങ്ങനെ നമ്മൾ നോർത്തും സൗത്തും തിരിച്ചറിയും? ഇതിനൊരു പ്രത്യേകമായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടാവും. ഇപ്പൊ ഇതാ ഇവിടെയാണ് നിങ്ങൾക്ക് അറിയാം, റെഡ് കളർ കണ്ടോ നിങ്ങൾ. അപ്പൊ അങ്ങനെ പ്രത്യേകമായിട്ടുള്ള ഒരു മാർക്ക് എന്ന് പറയുന്നത് അത് എപ്പോഴും എന്താണ്, വടക്കിലായിരിക്കും, നോർത്തിലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ വടക്ക് നോക്കി യന്ത്രം എന്ന് എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. അപ്പൊ ഈ മാഗ്നറ്റിക് നീഡിലിന്റെ ഡയറക്ഷൻ നമ്മൾ നോക്കണം. ദിസ് നീഡിൽ ഓൾവേസ് പോയിന്റ്സ് ഇൻ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. എപ്പോഴും എന്താണ്, വടക്ക് തെക്കായി മാത്രമാണ് ഇത് എന്ത് ചെയ്യുന്നത്, നിൽക്കുന്നത്. ദ സ്പെസിഫിക്കലി മാർക്ക്ഡ് ടിപ്പ് ഓഫ് ദ നീഡിൽ ഇൻഡിക്കേറ്റ്സ് ദ നോർത്ത് ഡയറക്ഷൻ. അപ്പൊ ഒരു നീഡിലിന് രണ്ട് ഭാഗം ഉണ്ടാവില്ല, അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആവും ഇപ്പൊ നോർത്ത് ആണോ സൗത്ത് ആണോ. അപ്പൊ അത് മനസ്സിലാക്കാനായിട്ട് സ്പെസിഫിക് ആയിട്ട് അത് എന്ത് ചെയ്തിട്ടുണ്ടാവും, മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ അവിടെ നിങ്ങൾ റെഡ് കാണുന്നില്ല, അതേപോലെ അല്ലെങ്കിൽ ഒരു അറ്റത്ത് ഒരു പോയിന്റ് എന്തെങ്കിലും ഒന്ന് നമുക്ക് അടയാളമായിട്ട് തന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക അത് ഏത് അഗ്രമാണ്, വടക്കാണ്. അപ്പൊ അത് വെച്ചുകൊണ്ട് ബാക്കി ഭാഗം നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും അല്ലെ. കാരണം വടക്കിന്റെ ഓപ്പോസിറ്റ് ആണ് സൗത്ത് അല്ലെ, നോർത്തിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്, നമ്മളുടെ സൗത്ത്, തെക്കെന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വരെയപ്പോ എന്തായിരിക്കും, ഈസ്റ്റ് ആയിരിക്കും. അതായത് നമ്മളുടെ കിഴക്ക് ഭാഗമായിരിക്കും അല്ലെ. ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിഴക്ക് ഭാഗമായിരിക്കും. അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് വെസ്റ്റ് ആണ്. വെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പടിഞ്ഞാറ് ഭാഗമായിരിക്കും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ദിശകൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ഒരു ഭൂപടത്തിൽ എങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ ഡയറക്ഷൻസ് ഒക്കെ മനസ്സിലാക്കുന്നത്, അത് വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ഭൂപടത്തിനെ നമ്മൾ വായിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വായിക്കാന്ന് നമ്മൾ പറയാം, റീഡിങ് മാപ്സ് എന്നാണ് നമ്മൾ പറയാ. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ അതൊക്കെയായിട്ട് നമ്മൾ വീണ്ടും കാണാണ്. അപ്പൊ നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുവാണ്, നമ്മുടെ CM Kids സ്കോളർഷിപ്പ് എക്സാം വരുന്നുണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആനുവൽ എക്സാം വരുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സമയത്തിലൂടെയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആദ്യം മുതലുള്ള ചാപ്റ്റേഴ്സ് വേണം നമുക്ക്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ CM Kids സ്കോളർഷിപ്പ് എഴുതുന്ന ആളുകളായിരിക്കും നിങ്ങളുടെ ഭൂരിഭാഗം ആളുകളും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ കൂടെ മാറിയ സ്ഥിതിക്ക് തന്നെ നമുക്ക് അങ്ങനെ ചുമ്മാ ഒരു ചോദ്യവും ഉത്തരവും പഠിച്ചുകൊണ്ട് കാര്യമില്ല അല്ലെ. അപ്പൊ ആദ്യം മുതലുള്ള ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് സിലബസ് നമ്മൾ കവർ ചെയ്യണം. അപ്പൊ ഇതുവരെയും ജോയിൻ ചെയ്യാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പ്രാണ ബാച്ചിൽ ഇപ്പോഴും എൻ ഗെയിം ആണ്, അഡ്മിഷൻ നടക്കുവാണ്. അപ്പൊ 849 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പൊ അഡ്മിഷൻ എടുക്കാം ഓഫറോട് കൂടിയിട്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കും ഇനിയിപ്പോ ഒരു മാസം അല്ലെങ്കിൽ 2 മാസത്തേക്ക് ഞാൻ അഡ്മിഷൻ എടുക്കണോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഗുണം ചെയ്യുകയുള്ളൂ. പ്രത്യേകിച്ച് സ്കോളർഷിപ്പും കൂടെ ആവശ്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ മറന്നുപോയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓർക്കാനുള്ള ഒരു അവസരം, അത് റിവൈസ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. കൂട്ടത്തിൽ ആനുവൽ എക്സാമും അല്ലെ, എല്ലാവരും എഴുതുന്ന എക്സാമാണ്. അപ്പൊ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് തന്നെ കവർ ചെയ്യാം. സിലബസ് ഒക്കെ മാറിയതായതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം ചോദ്യം ഭയങ്കര ടഫായിട്ട് തന്നെയാണ് എല്ലാ പ്രാവശ്യവും കണ്ടുവരുന്നത്. അപ്പൊ അടിപൊളിയായിട്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ ബാച്ചിന്റെ കാര്യം മറക്കണ്ട. സ്കോളർഷിപ്പ് എഴുതുന്ന ആളുകൾക്ക് ജ്വാല ബാച്ചും ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അതിനകത്തും നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പൊ നേരത്തെ മിസ് പറഞ്ഞ പോലെ ഈ ചാപ്റ്ററിന്റെ കൂടുതൽ വീഡിയോസും ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാടാ. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.